വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡാറ്റാബേസ് ബഫർ എന്ന ടോപ്പിക് ഒരു ചെറിയ ടോപ്പിക്കാണ്. ഓക്കെ, എ ഡാറ്റാബേസ് ഫയൽ ഈസ് പാർട്ടീഷൻ ഇൻ ടു ഫിക്സഡ് സൈസ് ഫിക്സഡ് ലെങ്ത് സ്റ്റോറേജ് യൂണിറ്റ് കോൾഡ് ബ്ലോക്സ്. അതായത് ഡാറ്റാബേസിലെ ഫയൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്ലോക്സ് ആയിട്ടായിരിക്കും പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, the DBMS seeks to minimize the number of block transfers between disk and main memory. അതായത് മാക്സിമം നമ്മൾ ഡിസ്ക്കും മെയിൻ മെമ്മറിയും തമ്മിലുള്ള ബ്ലോക്ക് ട്രാൻസ്ഫർ മിനിമൈസ് ചെയ്യാൻ നോക്കും. ബിക്കോസ് ഡിസ്ക്കും മെയിൻ മെമ്മറിയും തമ്മിൽ ബ്ലോക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അത്യാവശ്യം ടൈം എടുക്കും. സോ അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, മിനിമൈസ് ചെയ്യാൻ വേണം. കാരണം ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യണം, ദെൻ മെയിൻ മെമ്മറിയിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് എക്സിക്യൂഷൻ വേണ്ടി മാപ്പ് ചെയ്യണം. സോ അത് ടൈം ടേക്ക് ചെയ്യുന്ന പ്രോസസ്സ്. സോ നമ്മൾ മാക്സിമം ആ ഒരു പ്രോസസ്സ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നോക്കും. We can reduce the number of disk access by keeping as many as disk as possible in main memory. എങ്ങനെ നമുക്ക് ഇത് റെഡ്യൂസ് ചെയ്യാം? അതായത് നമുക്ക് പറ്റാവുന്നത്ര ബ്ലോക്സ് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻ മെമ്മറിയിൽ നിന്ന് സ്റ്റോർ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് വേണ്ട, ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിലേക്കുള്ള ട്രാൻസ്ഫർ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. വാട്ട്സ് എ ബഫർ? ഓക്കെ, ബഫർ ദ സ്റ്റോറേജ് ഓഫ് മെയിൻ മെമ്മറി അവൈലബിൾ ടു സ്റ്റോർ കോപ്പീസ് ഓഫ് ഡിസ്ക് ബ്ലോക്ക്. അതായത് മെയിൻ മെമ്മറിയിൽ ഒരു പോർഷൻ, ആ പോർഷൻ എന്നത് ഡിസ്ക് ബ്ലോക്കിൻ്റെ കോപ്പീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ മെമ്മറിയിലൊരു ഒരു പോർഷനെ നമ്മൾ എന്ത് പറയുന്നത്, ബഫർ എന്നത്. മെയിൻ മെമ്മറിയിലുള്ളൊരു പോർഷൻ, ആ പോർഷനിലേക്ക് ഡിസ്ക് ബ്ലോക്കിൻ്റെ കോപ്പീസ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ദെൻ ബഫർ മാനേജർ, ഇറ്റ്സ് എ സബ് സിസ്റ്റം റെസ്പോൺസിബിൾ ഫോർ അലോക്കേറ്റിംഗ് ബഫർ സ്പേസ് ഇൻ മെയിൻ മെമ്മറി. യെസ്, അതായത് മെയിൻ മെമ്മറിയിൽ ബഫർ സ്പേസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി റെസ്പോൺസിബിൾ ആയ സബ് സിസ്റ്റം ആണ് ആര്, ബഫർ മാനേജർ. ഓക്കെ, ബഫർ മാനേജർ, എ പ്രോഗ്രാം പ്ലേസസ് കോൾ ടു ബഫർ മാനേജർ. ഒരു പ്രോഗ്രാം ബഫർ മാനേജറിൽ കോൾ പ്ലേസ് ചെയ്യും. ഓക്കെ, വെൻ ഇറ്റ് റിട്ടേൺസ് എ ബ്ലോക്ക് ഫ്രം ദ ഡിസ്ക്. ഓക്കെ, ഇഫ് ദ ബ്ലോക്ക് ഈസ്, ഇപ്പം നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാമിൽ നമുക്കിപ്പോൾ ഒരു ബ്ലോക്ക് ആവശ്യമുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യും, പ്രോഗ്രാം പിന്നെ ബഫർ മാനേജറിലേക്ക് ആ കോൾ പ്ലേസ് ചെയ്യും. മീൻസ് ഒരു പിന്നെ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യും. അതായത് അവർക്ക് ആ ബ്ലോക്ക്, ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ആവശ്യമുണ്ടെന്നുള്ള റിക്വസ്റ്റ് പ്ലേസ് ചെയ്യും. ദെൻ ഇഫ് ദ ബ്ലോക്ക് ഈസ് ഓൾറെഡി ഇൻ ദ ബഫർ, ആ ബ്ലോക്ക് ഓൾറെഡി നമ്മൾ ബഫറിലുണ്ടെങ്കിൽ ദ ബഫർ മാനേജർ റിട്ടേൺസ് ടു ദ പ്രോഗ്രാം ദ മെമ്മറി അഡ്രസ് ഓഫ് ദ ബ്ലോക്ക്. യെസ്, ഓൾറെഡി ആ ബഫർ നമ്മളെ, അല്ലെങ്കിൽ ആ ബ്ലോക്ക് നമ്മളെ ബഫറിൽ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ബഫർ മാനേജർ എന്ത് ചെയ്യും, മെമ്മറി അഡ്രസ്സ്, അതായത് ഏത് മെമ്മറിയിൽ മീൻസ് മെമ്മറി അഡ്രസ്സ്, ഏത് മെമ്മറി അഡ്രസ്സിലാണോ ആ ബ്ലോക്ക് ഉള്ളത്, ആ അഡ്രസ്സ് എവിടത്തേക്ക് കൊടുക്കും, പ്രോഗ്രാമിലേക്ക് കൊടുക്കും. യെസ്, ബഫർ മാനേജർ റിട്ടേൺസ് ദ പ്രോഗ്രാം ദ മെമ്മറി അഡ്രസ് ഓഫ് ദ ബ്ലോക്കിൻ്റെ മെമ്മറി അഡ്രസ്സ് റിട്ടേൺ ചെയ്യും. സെക്കൻഡ്, ഇഫ് ദ ബ്ലോക്ക് ഈസ് നോട്ട് ഇൻ ദ ബഫർ, ഇൻ കേസ് നമ്മളിപ്പം പറഞ്ഞു ബഫറിൻ്റെ അകത്ത് ആ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ മെമ്മറി അഡ്രസ്സ് കൊടുക്കും, ആ ബ്ലോക്കിൻ്റെ മെമ്മറി അഡ്രസ്സ് നമ്മൾ റിട്ടേൺ ചെയ്യും. ഇൻ കേസ് നമ്മൾ ബഫറിൽ എന്തില്ല, ആ ബ്ലോക്ക് ഇല്ല എന്ന് വിചാരിക്കും. സോ ദ ബഫർ മാനേജർ ഡസ് ദ ഫോളോയിങ്. എന്തൊക്കെ ചെയ്യും, അലോക്കേറ്റ് സ്പേസ് ഇൻ ബഫർ ഫോർ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആദ്യം ഫസ്റ്റ് എന്ത് ചെയ്യും, ആടാം ബഫറിൽ അലോക്കേറ്റ് ചെയ്തു. കാരണം നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കിൽ നിന്ന് ഇപ്പം ബഫർ എടുത്തിട്ട് മെയിൻ മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും, പ്രോഗ്രാമിലേക്ക് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ആ മെയിൻ മെമ്മറിയിൽ ആ ബ്ലോക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ആക്കും. replaces or throws out some other block if required to make space for a new block. In case ആ ന്യൂ ബ്ലോക്ക് വരാൻ വേണ്ടിയിട്ട് ആ ബഫറിൽ സ്പേസ് ഇല്ലെങ്കിൽ what it do, അതായത് ഓൾറെഡി ഉള്ള ബ്ലോക്സിന് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ത്രോ ഔട്ട് ചെയ്യും, അതായത് പുറത്തേക്ക് കളയും. ഓക്കെ, സോ എന്നിട്ട് എന്ത് ചെയ്യും, ആ പുതിയ ബഫർ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ആക്കി വെക്കും. The replaced block written back to disk only if it was modified. Yes, ആ റീപ്ലേസ് ദ ബ്ലോക്ക് നമ്മൾ ഡിസ്കിൽ റൈറ്റ് ബാക്ക് ചെയ്യുന്നത് എപ്പോഴാണ്, ഇൻ കേസ് ആ ബ്ലോക്ക് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. ചിലപ്പോൾ ആ ബ്ലോക്ക് ഇപ്പോൾ എടുത്തതേ ഉണ്ടാവുള്ളൂ അല്ലേ. സോ അങ്ങനെ വല്ല മോഡിഫിക്കേഷൻ ആ ബ്ലോക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേറെ മോഡിഫിക്കേഷനും വരത്തില്ല. സോ അത് പിന്നെ റിട്ടേൺ ബാക്ക്, അതായത് ഡിസ്കിലേക്ക് തന്നെ റൈറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഡിസ്കിലുള്ളൊരു ബ്ലോക്കിൻ്റെ കോപ്പി ഇവിടെ വെച്ചിട്ടുള്ളത്, ആ കോപ്പിയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കിലേക്ക് തന്നെ റൈറ്റ് ബാക്ക് ചെയ്യണം. ബട്ട് അവിടെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അത് റൈറ്റ് ബാക്ക് ചെയ്യില്ല. റീപ്ലേസ് ബ്ലോക്ക് റിട്ടേൺ ബാക്ക് ടു ഡിസ്ക് ഓൺലി ഇഫ് ഇറ്റ് വാസ് മോഡിഫൈഡ് since the most recent time that it was written to or fetched from the disk.
Yes. Second, reads the block from the disk to buffer and returns the address of the block in main memory to program. Yes. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് ഇൻ കേസ് നമ്മളെ മെമ്മറിയിൽ ആ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഫസ്റ്റ് ബഫറിൽ എന്ത് ചെയ്യും ആ ബ്ലോക്ക് അതായത് ഡിസ്കിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് എടുക്കണം ആ ബ്ലോക്കിന് വേണ്ടിയുള്ള സ്പേസ് നമ്മൾ അവിടെ ആക്കി വെക്കും എടാ മെമ്മറിയിൽ മെയിൻ മെമ്മറിയിലെ ബഫറിൽ ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിൽ ആ സ്പേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ആ ബ്ലോക്കിനെ പ്ലേസ് ചെയ്യും സോ ഇൻ കേസ് അവിടെ ഓൾറെഡി ആ ഒരു ബ്ലോക്കിന് വരാൻ സ്പേസ് ഇല്ലയെന്ന് ചോദിക്കും മെയിൻ മെമ്മറിയിൽ സോ നമ്മൾ എന്ത് ചെയ്യും ഓൾറെഡി ഉള്ള ബ്ലോക്കിനെ റിമൂവ് ചെയ്യും എന്നിട്ട് അവിടെ സ്പേസ് ആക്കി വെച്ചു ദെൻ ഇനി സ്പേസ് ആക്കി വെച്ചിട്ടൊക്കെ എവിടെ നിൽക്കും ഡിസ്കിൽ നിന്ന് നമ്മൾ ബ്ലോക്ക് എടുത്തിട്ട് എവിടത്തേക്ക് കൊണ്ടുപോകും മെയിൻ മെമ്മറിയിലേക്ക് കൊണ്ടുപോയി ആ ബഫറിൽ പ്ലേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ബഫർ മാനേജർ ഈ ബ്ലോക്ക് എവിടെയാണോ പ്ലേസ് ചെയ്തത് ആ മെയിൻ മെമ്മറീൻ്റെ അഡ്രസ്സ് ബ്ലോക്കുള്ള മെയിൻ മെമ്മറീൻ്റെ അഡ്രസ്സ് എവിടത്തേക്ക് കൊടുക്കും പ്രോഗ്രാമിലേക്ക് കൊടുക്കും സോ പ്രോഗ്രാമിൽ ഇപ്പം എന്ത് ചെയ്യുക ആ ബ്ലോക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൻ്റെ എക്സിക്യൂഷൻ ആവശ്യത്തിന് ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ബഫർ റീപ്ലേസ്മെൻറ്റ് നടത്തുന്നത് അതായത് നമ്മൾ പറഞ്ഞു ഒരു ബഫർ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനകത്ത് ഓൾറെഡി ഉള്ള ബ്ലോക്ക് അലോക്കേറ്റഡ് ആയ ബ്ലോക്കിനെ ത്രോ ചെയ്യും അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും സോ എങ്ങനെയാണ് ഏതിൻ്റെ ബേസിലാണ് ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് നോക്കാം ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ഓൾറെഡി നമ്മൾ ഇതൊക്കെ നമ്മൾ OSൽ പഠിച്ചതാണ് അതായത് ഇപ്പം അടുത്തൊന്നും യൂസ് ചെയ്യാത്തത് അങ്ങനെയുള്ള ബ്ലോക്കിനെ റിമൂവ് ചെയ്യുക ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ഓർ LRU സ്ട്രാറ്റജീസ് പോപ്പുലർ ഇൻ OSൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചേക്കും ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ഒക്കെ പേജ് റീപ്ലേസ്മെൻ്റ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ ദെൻ ദ ഐഡിയ ബിഹൈൻഡ് LRU യൂസ് പാസ്റ്റ് പാറ്റേൺ ഓഫ് ബ്ലോക്ക് റെഫറൻസ് ആസ് എ പ്രെഡിക്റ്റർ ഓഫ് ഫ്യൂച്ചർ റെഫറൻസ് യെസ് ഇപ്പോൾ അടുത്തൊന്നും ഒരു ബ്ലോക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ബ്ലോക്കിനെ റിമൂവ് ചെയ്യുക അതാണ് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് എന്ന് പറയുന്നത് ഓക്കെ ഹൗവർ ദ ക്വറീസ് ഹാവ് വെൽ ഡിഫൈൻഡ് ആക്സസ് പാറ്റേൺ സച്ച് ആസ് sequential scans. So a DBMS can use the information in a user's query to better predict the future references. Then അടുത്തത് പിൻഡ് ബ്ലോക്ക് ഓക്കെ ഇൻ കേസ് നമ്മൾ എന്ത് ചെയ്തു ഒരു ബ്ലോക്ക് നമുക്ക് ഇപ്പോൾ ബഫറിൽ സ്പേസ് ഇല്ല സോ പുതിയ ബ്ലോക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കവിടെ സ്പേസ് വേണം സോ അങ്ങനെ സ്പേസ് വേണം ഓൾറെഡി അവിടെയുള്ള ബ്ലോക്കിന് നമുക്ക് എന്ത് ചെയ്യണം റീപ്ലേസ് ചെയ്യാൻ വേണ്ട സോ ഓക്കെ ഒരു ബ്ലോക്ക് അവിടെ നമ്മൾ എന്തെങ്കിലും അതിനെ അപ്ഡേറ്റ് ചെയ്യണം മീൻസ് നമ്മളിപ്പം എന്തെങ്കിലും ഒരു ബ്ലോക്ക് യൂസ് ചെയ്തു ആ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിന് അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ട് ആ ബ്ലോക്കിന് ദെൻ അങ്ങനെ ഇപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു ബ്ലോക്ക് ഉണ്ട് ദെൻ ആ ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്തു യൂസ് ചെയ്തു ഒരു പ്രോഗ്രാം ആ ബ്ലോക്ക് യൂസ് ചെയ്തു ദെൻ ആ ബ്ലോക്ക് യൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ ബ്ലോക്കിന് നിങ്ങൾ അപ്ഡേഷൻ വന്നിട്ടുണ്ട് സോ ആ അപ്ഡേഷൻസ് എന്ത് ചെയ്യും ആ ബഫറിൽ തന്നെ റൈറ്റ് ബാക്ക് ചെയ്യുന്നുണ്ടാവും സോ ആ റൈറ്റ് ബാക്ക് ചെയ്യുന്ന സമയത്ത് ആ ബ്ലോക്ക് നമ്മൾ റീപ്ലേസ് ചെയ്താൽ അവിടെ എന്തുണ്ടാവും അവിടെ എറർ ഉണ്ടാവും അല്ലേ കറക്റ്റായിട്ട് അതെന്ത് മീൻസ് ആ ബ്ലോക്ക് കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവില്ല അല്ലേ യെസ് അതായത് മനസ്സിലായോ അതായത് ഇപ്പം നമ്മൾ ഒരു ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്തു എന്തെങ്കിലും എക്സിക്യൂഷന് വേണ്ടിയിട്ട് സോ നമ്മൾ എന്ത് ചെയ്തു ആ ബ്ലോക്കിന് നമ്മൾ എന്ത് ചെയ്തു തിരിച്ച് എന്തെങ്കിലും ആ ബ്ലോക്കിന് എന്തെങ്കിലും അപ്ഡേഷൻ വരുത്തി ദെൻ ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് നമ്മൾ ആ മെയിൻ മെമ്മറിയിൽ നിന്ന് തിരിച്ച് റൈറ്റ് ചെയ്യുമെന്ന് സോ ആ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ വേറെ മീൻസ് പുതിയൊരു ബ്ലോക്കിന് വരാൻ സ്പേസ് ഇല്ല എന്ന് കണ്ടിട്ട് നമ്മൾ ആ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ അപ്ഡേഷൻ ഫുള്ളായിട്ടില്ല ദെൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ബ്ലോക്കിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കി ആ റിമൂവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് ശരിക്കും അവിടെ എറർ വരും അല്ലേ അതായത് നമ്മളെ ഡാറ്റ കറപ്റ്റഡ് ആവും സോ അത് നമുക്ക് ഒഴിവാക്കണം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പിൻഡ് ബ്ലോക്ക് ദ മെമ്മറി ബ്ലോക്ക് ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ടു റിട്ടേൺ ബാക്ക് ടു ഡിസ്ക് യെസ് അങ്ങനെയുള്ള മീൻസ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ബ്ലോക്കില്ലേ അതിനെന്ത് ചെയ്യും പിൻഡ് ബ്ലോക്കായിട്ട് മാറ്റും സോ നമ്മൾ എന്ത് ചെയ്യും ഈ റീപ്ലേസ്മെൻറ്റ് ടൈം നമുക്കൊരിക്കലും ആ ബ്ലോക്കിനെ പിൻ ചെയ്ത ബ്ലോക്കിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല കാരണം അങ്ങനെ റൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ എറർ വരും സോ അങ്ങനെ വരുമ്പം നമ്മളിപ്പം ചിലപ്പം നോക്കൂല ചിലപ്പം നമ്മൾ ആ ബ്ലോക്കിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നു സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ബ്ലോക്കിനെ എന്താക്കും അവിടെ പിൻ ചെയ്ത് വെക്കും
സോ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു ടൈം വരെ അത് എന്ത് ചെയ്യും, പിൻ ചെയ്യും. ആ പിൻ ചെയ്ത ബ്ലോക്കിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, യെസ്. വാട്ട്സ് എ പിൻഡ് ബ്ലോക്ക്? ദ മെമ്മറി ബ്ലോക്ക് ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ടു റിട്ടേൺ ബാക്ക് ടു ഡിസ്ക്. അപ്ഡേഷൻ പ്രോഗ്രസ് ആകുന്ന ടൈം ആ ബ്ലോക്കിനെ നമുക്ക് റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത് പറ്റില്ല. സോ അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ബ്ലോക്കിനെ പിൻ ചെയ്ത് വെക്കും. സോ ആ പിൻ ചെയ്ത് വെച്ചിട്ടായിരിക്കും നമ്മളതിനെ അപ്ഡേഷൻ നടത്തുക. സോ ആ പിൻ ചെയ്ത് വെച്ച കാലയളവ് വരെ നമുക്കൊരിക്കലും ആ ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ആ ബ്ലോക്കിനെ എടുത്തിട്ട് ഡിസ്കിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ അതിനെ നമ്മൾ പിന്ന് യൂസ് ചെയ്യുന്നത്, പിൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ബഫർ റീപ്ലേസ്മെൻറ്റ് പോളിസീസാണ് മോസ്റ്റ് റീസെൻ്റ്ലി യൂസ് സ്ട്രാറ്റ്. മോസ്റ്റ് റീസെൻ്റ്ലി മീൻസ് ഇപ്പോൾ അടുത്തായിട്ട് യൂസ് ചെയ്ത ബ്ലോക്സ് ഉണ്ടാവില്ലേ, അതിനെന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ഇപ്പോൾ അടുത്ത് യൂസ് ചെയ്ത ബ്ലോക്സിന് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. ദ സിസ്റ്റം മസ്റ്റ് പിൻ ദ ബ്ലോക്ക് കറൻ്റ്ലി ബീങ് പ്രോസസ്ഡ്. ഇപ്പം പ്രോസസ്സ് ചെയ്യുന്ന ബ്ലോക്കിനെ പിൻ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോസസ്സിങ് നടക്കുന്നൊരു ബ്ലോക്ക് ഉണ്ട്. സോ അതിനെന്ത് ചെയ്യും, ഫസ്റ്റ് പിൻ ചെയ്ത് വെക്കും. ആഫ്റ്റർ ദ ഫൈനൽ ടപ്പിൾ ഓഫ് ദറ്റ് ബ്ലോക്ക് ഹാസ് ബീൻ പ്രോസസ്ഡ്. യെസ്, ആ ബ്ലോക്കിൻ്റെ ഫൈനൽ ടപ്പിളും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിയുന്നവരെ എന്ത് ചെയ്യും, പിൻ ചെയ്ത് വെക്കും. ദെൻ അതിൻ്റെ ഫൈനൽ ടപ്പിളും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ദ ബ്ലോക്ക് ഈസ് അൺപിൻഡ്. ആ ബ്ലോക്ക് എന്ത് ചെയ്യും, അൺപിൻ ചെയ്യും. ആൻഡ് ഇറ്റ് ബിക്കംസ് ദ മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ബ്ലോക്ക്. സോ ആ ബ്ലോക്കായിരിക്കും മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ബ്ലോക്കാണ്. അതായത് ഒരു ബ്ലോക്ക് ഇപ്പം യൂസ് ചെയ്ത്, എന്താണ് മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ബ്ലോക്ക് എന്നാണ്. അതായത് ഒരു ബ്ലോക്ക് ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കറൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു പ്രോഗ്രാം പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻ്റ്ലി ഒരു ബ്ലോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ കറൻ്റ്ലി യൂസ് ചെയ്ത ബ്ലോക്ക് ഇപ്പം എന്ത് ചെയ്യും, പിൻ ചെയ്ത് വെക്കും. സോ അതിൻ്റെ ആ ഒരു ബ്ലോക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ വരെ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അതിനെന്ത് ചെയ്തു, അതിനെ അൺപിൻ ചെയ്യും. സോ അപ്പോൾ ഇതെന്തായി, ഈ ഒരു ബ്ലോക്ക് എന്തായി, മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ബ്ലോക്കായി. സോ ഈ മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് ബ്ലോക്ക് എന്ന ബ്ലോക്ക് എന്ന സ്ട്രാറ്റജിയിൽ എന്തായിരിക്കും, ഏത് ബ്ലോക്കിനേക്കും റീപ്ലേസ് ചെയ്യാം, ഇപ്പം അടുത്തായിട്ട് യൂസ് ചെയ്ത ബ്ലോക്കിനേക്കും റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അതാണ് മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് എന്ന സ്ട്രാറ്റജി. ദെൻ ബഫർ മാനേജർ ക്യാൻ യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ റിക്വസ്റ്റ് വിൽ റെഫറൻസ് എ പെർട്ടിക്കുലർ റിലേഷൻ. യെസ്, ഇവിടെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻസും യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, the buffer manager can use statistical information regarding the probability that a request will reference a particular relation. Yes, ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻസ് യൂസ് ചെയ്തിട്ട്, അതായത് പ്രോബിലിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് ചില റിലേഷൻസ് അടുത്ത് മീൻസ് ആവശ്യം വരുന്ന ചിലപ്പോൾ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്രോബിലിറ്റിയിൽ യൂസ് ചെയ്തിട്ട് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, the buffer manager can use statistical information regarding the probability that a request will reference a റിക്വസ്റ്റ് ഇനി അടുത്തൊരു പെർട്ടിക്കുലർ റിലേഷൻ ആയിരിക്കും അത് റെഫർ ചെയ്യുക. സോ അങ്ങനെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കങ്ങനെ ബഫർ മാനേജറിന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ബഫറിനെ എടുത്തിട്ട് എവിടത്തേക്ക് പ്ലേസ് ചെയ്യും, മെയിൻ മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യുക, ബ്ലോക്കിനെ എടുത്തിട്ട് ബഫറിലേക്ക് പ്ലേസ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ പറയുന്നത്, ദ ഡാറ്റ ഡിക്ഷണറി ഈസ് ഫ്രീക്വൻലി അസസ്ഡ്. ഡാറ്റ ഡിക്ഷണറി ഫ്രീക്വൻലി അസസ് ചെയ്യുന്നുണ്ട്. ഹ്യൂറിസ്റ്റിക് അതിനകത്ത് എന്താ കിട്ടുന്നത്, കീപ് ഡാറ്റ. സോ നമ്മൾ പറഞ്ഞു ഡാറ്റ ഡിക്ഷണറി ഇടയ്ക്കൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ പ്രോബിലിറ്റി എല്ലാം വെച്ചിട്ട് നമുക്ക് മനസ്സിലായി ഡാറ്റ ഡിക്ഷണറി ഇപ്പോൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിലോ ഇപ്പം നമുക്ക് എന്നാൽ അതിൻ്റെ അത് മനസ്സിലാവേണ്ട ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റ ഡിക്ഷണറി ബ്ലോക്കിനെ എവിടത്തേക്ക് വെക്കും, മെമ്മറി ബഫറിലേക്ക് വെക്കും, അതിനെ റീപ്ലേസ് ചെയ്യൂല. ഓക്കെ, അതും ഒരു മെത്തേഡാണ്. അതായത് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫോർമേഷൻസും പ്രോബിലിറ്റി ഒക്കെ വെച്ചിട്ട് ചില ബ്ലോക്സ് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അവർ ബഫർ മാനേജർ പ്രെഡിക്റ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയുള്ള ബ്ലോക്കിനാണ് എന്ത് ചെയ്യില്ല, റീപ്ലേസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ കണ്ടു ഡാറ്റ ഡിക്ഷണറി ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഡാറ്റ ഡിക്ഷണറി റീപ്ലേസ് ചെയ്യില്ല, അത് അവിടെ തന്നെ ബഫറിൽ വെക്കും. ബാക്കി വേറെയുള്ള ബ്ലോക്സ് ആയിരിക്കും എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. സോ ഇതാണ്. സോ ഇത്രയൊക്കെയാണ് നമ്മൾ ബഫറിനെ പറ്റിയിട്ടും ബഫർ മാനേജറിനെ പറ്റിയിട്ടും ബഫർ റീപ്ലേസ്മെൻറ്റ് പോളിസിനെ പറ്റിയിട്ടും നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. ചാപ്റ്റർ മീൻസ് നമ്മൾ സ്റ്റോറേജ് ആൻഡ് ഫയൽ സ്ട്രക്ചർ എന്ന ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്തു. ഓക്കെ, ദെൻ താങ്ക് യു.